കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാണെന്ന് അറിയണ്ടേ? ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല അടിപൊളി ഏട്ടക്കൂരിയുടെ തല. ഇത് നമുക്കൊന്ന് കറി വെച്ചാലോ? നല്ല കൊടംപുളി, നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതൊന്ന് കറി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ഇളക്കാവേ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. സവോള വേണേ കുനുകുന അരിഞ്ഞ സവോള എടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് 3 നടുവേ കീറിയ പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ കിടന്നങ്ങോട്ട് മൂക്കട്ടെ. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കരിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ ഇടുമ്പോഴത്തേക്കിനെ ഇച്ചിരി ഒന്ന് അകന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും, പൊട്ടിത്തെറിക്കാതെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ താരമായ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഞാൻ ഇതിനകത്തോടെ ഇടുക ഒന്നിച്ച്. അപ്പൊ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് ഇനി നമ്മൾ നല്ലതുപോലെ കഴുകിയ കൊടംപുളി ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ കേട്ടോ, വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടി. അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഈ വെള്ളവും പുളിയും കൂടെ നമുക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇനി ഒഴിക്കണേ. അപ്പൊ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേണ്ട കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അവിടെ ഇരുന്ന് നല്ല സൂപ്പറായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഇലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മീൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ അടിപൊളി തലക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്, ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.